തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ CPIM മുതിർന്ന നേതാവ് G. സുധാകരനെതിരെ കേസ്. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത്. നിയമോപദേശം കിട്ടിയതിനു പിന്നാലെയാണ് പോലീസ് നടപടി. G. സുധാകരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. കേസെടുത്തതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. പ്രാഥമിക അന്വേഷണം നടത്താതെയാണ് FIR ഇട്ടതെന്നും G. സുധാകരൻ പറഞ്ഞ സംഭവം നടന്നിട്ടില്ലെന്നും R. നാസർ 24-നോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. സുധാകരൻ സാഹബ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ച രൂപത്തിലല്ല, പറഞ്ഞ രൂപത്തിലല്ല വാർത്തയായിട്ട് വന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്നലെ നിഷേധിച്ചിട്ടുണ്ടല്ലോ. നിഷേധിച്ചു കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ അങ്ങനെ പറയട്ടേ ഇല്ല. കാരണം വെച്ചാൽ അങ്ങനെ സംഭവമില്ല. ഇല്ലാത്ത ഒരു സംഭവത്തെ കുറിച്ചാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞു വന്നത്. അതിപ്പം ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു FIR ഇടുമ്പോഴത്തേക്ക് അന്വേഷണം നടത്തണ്ടേ? പ്രാഥമിക അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് FIR ഇടാൻ നോക്കൂ. ഇല്ലാത്തൊരു കാര്യമാണ്, അത് ഉള്ള കാര്യമാണ് പറയുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇല്ലാത്ത ഒരു കാര്യം ഇങ്ങനെ ഉണ്ട് എന്നും പറഞ്ഞ് പുള്ളി ഊഹിച്ച് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞ അതാ. അത് പറഞ്ഞത് പുള്ളി ഈ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും വന്ന പോലെ അല്ല കാര്യമാണ് അല്ല പറഞ്ഞതെന്നുള്ളത് അദ്ദേഹം തന്നെ നിഷേധിക്കുകയും ചെയ്തു. G. സുധാകരന്റെ വെളിപ്പെടുത്തലിനെ പറ്റി പ്രതികരിക്കുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. G. സുധാകരനെ പോലുള്ളവർ പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്ത് കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യം? അദ്ദേഹം ഒന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു, രണ്ടും പറഞ്ഞിട്ടുണ്ട്. അല്ല, പാർട്ടിക്ക് അതിന് അതൊന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം അദ്ദേഹം തന്നെ തിരുത്തി നിഷേധിച്ച് രണ്ടാമത്തെ കാര്യവും കൊടുത്തതോടുകൂടി യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ഇല്ല, രണ്ടാമത് പറഞ്ഞത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ് അവശേഷിക്കുന്നത്. അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നല്ലാണ്ട് വേറെ എന്താ നമുക്ക് പറയാനുള്ളത്? അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തപാൽ വോട്ട് തിരിമറി CPIM കേരളത്തിൽ ഉടനീളം ചെയ്യുന്നതാണെന്നും G. സുധാകരൻ സത്യസന്ധനായതുകൊണ്ടാണ് പറഞ്ഞതെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. അല്ല, ഞാൻ സർട്ടിഫിക്കറ്റല്ലോ, അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. പണ്ട് ഞങ്ങളൊക്കെ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നിഷ്കളങ്കത കൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. പക്ഷേ ഇത് ഓരോ ഇടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയും. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഈ വിഷയത്തിൽ വിവിധ പ്രതികരണങ്ങൾ CPIMന്റെ ഭാഗത്തു നിന്ന് വരുന്നത്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പോലീസ് നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് എടുത്തിട്ടുള്ള നടപടി എങ്ങനെയാണ്? ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? തുടർ നടപടികൾ എങ്ങനെയാകും? അനുജ, ബുധനാഴ്ച NG യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഒരു ചടങ്ങിൽ G. സുധാകരൻ ആദ്യം ഒരു വിവാദ പ്രസ്താവന നടത്തുന്നു. പിന്നീട് അത് തിരുത്തി ഇന്നലെ പ്രസ്താവന നടത്തുന്നു. ഇന്ന് പോലീസ് അത് സംബന്ധിച്ച് നിയമ ഉപദേശം ലഭിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്ത്യൻ നിയമപ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ ചുമത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ ആദ്യം തന്നെ തെളിവ് ശേഖരണം വലിയൊരു പ്രശ്നമായിരിക്കെ നിയമ ഉപദേശം പോലീസ് തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ 24 മണിക്കൂർ സമയം നിയമോപദേശത്തിന് വേണ്ടി തന്നെ കാത്തിരുന്ന ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ ഇതിൽ ചുമത്തിയിട്ടുണ്ട്. അതിൽ 6 വർഷത്തോളം കഠിന തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തി അത്തരത്തിലുള്ള വകുപ്പുകൾ ഇതിൽ ചുമത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പാർട്ടി നേതൃത്വം G. സുധാകരനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല. അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ തള്ളുകയാണെങ്കിലും കേസെടുത്തതിൽ വീഴ്ച പറ്റിയെന്നാണ് സെക്രട്ടറി R. നാസറിന്റെ പ്രതികരണം. അതിൽ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഒന്നും തന്നെ തെളിവ് ലഭിച്ചിട്ടില്ല പോലീസിന്. പിന്നെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ എങ്ങനെ കേസെടുക്കാൻ സാധിക്കും? അത് 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിനകത്ത് അദ്ദേഹം തന്നെ പിന്നീട് വ്യാഖ്യാനിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് താൻ ഉദ്ദേശിച്ചതെന്നടക്കമുള്ള കാര്യം. അങ്ങനെ ഒരു കൃത്യമായ അർത്ഥം മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തു വെച്ചുകൊണ്ട് സാങ്കേതികമായി കേസെടുക്കുന്നതിലെ പ്രശ്നങ്ങളെ സാങ്കേതികതയാണ് CPM ജില്ലാ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് G. സുധാകരനെ പോലെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം
സൂക്ഷിക്കണമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൂടിയാണ് സംസ്ഥാന നേതൃത്വം നൽകുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ രീതിയിൽ തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഈ ഒരു കാര്യത്തെ ജില്ലയിലെ ഒരു CPM നേതാവും പിന്തുണയ്ക്കുന്നില്ല. ആ സമയത്ത് സ്ഥാനാർത്ഥിയായിരുന്ന 1989 സ്ഥാനാർത്ഥിയായിരുന്ന ആൾ തന്നെ നേരിട്ട് തന്നെ രംഗത്തെത്തി ഇതിനെ തള്ളുകയാണ് ചെയ്തത്. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ മികച്ച സംഘാടകനായിരുന്നു താൻ. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അന്ന് പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിരുന്നു ജി സുധാകരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് തനിക്കും ബോധ്യമില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇനി ഈ കേസിന്റെ കാര്യത്തിലേക്ക് എത്തിയാൽ പോലീസ് നേരിട്ടെത്തി ജി സുധാകരന്റെ മൊഴി എടുത്തിട്ടില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൽ നിന്നും ഒരു വിവരവും ആരാഞ്ഞിട്ടില്ല. പക്ഷേ തഹസിൽദാർ മൊഴിയെടുത്ത ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് നിയമ ഉപദേശം തേടിയ ശേഷം കേസെടുത്തിട്ടുള്ളത്. അടുത്ത മണിക്കൂറിൽ തന്നെ ജി സുധാകരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. തുടരന്വേഷണത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 36 വർഷങ്ങൾക്ക് മുൻപുള്ള തെളിവ് ശേഖരിക്കുക പോലീസിനെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായ കാര്യമാണ്. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ആ സമയത്ത് 5 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ആ തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊക്കെ തന്നെ ട്രഷറിയിൽ സൂക്ഷിക്കുന്നത് പിന്നീട് അത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ആ സമയത്ത് ഹാർഡ് കോപ്പികളോ പിന്നീട് അന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ സോഫ്റ്റ് കോപ്പിയോ തന്നെ പോലീസിന് വീണ്ടെടുക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ കേസിന്റെ ഭാവി അനിശ്ചിതത്വമാണ്. പക്ഷേ സാങ്കേതികമായി കേസിന്റെ വിഷയം അങ്ങനെയാണെങ്കിൽ കൂടി CPM-നെ സംബന്ധിച്ച് CPM-നെ ഇത് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രതികരണം വന്നത്. സുധാകരനെ പോലെയുള്ള നേതാക്കൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും CPM ഇത്തരം ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന പാർട്ടിയല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.